ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ. നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്കി, ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് കയറി 200 രൂപ അഡൽറ്റിന്, പിള്ളേർക്കാണെങ്കിൽ 150 രൂപ കേട്ടോ. നമ്മുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പാർക്കിങ്ങിലിട്ടിട്ട് ഇവരുടെ ബസ്സുണ്ട് ഫോറസ്റ്റിൻ്റെ, ആ ബസ്സിന് ഒരു 5 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യാനുണ്ട് ഈ വണ്ടിയിൽ. 5 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് പാർക്കിലോട്ട് എത്തുന്നത്. പിന്നെ അവിടെയാണ് നമുക്ക് കാണുവാനുള്ളത്. 5 കിലോമീറ്ററോളം ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അതായത് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, 3 അഡൽറ്റും 2 പിള്ളേരും. 900 രൂപ കേട്ടോ. ഇങ്ങനെ തേയിലത്തോട്ടങ്ങളിൽ കൂടെ അവരുടെ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ചെറിയൊരു വഴി കേട്ടോ, മൊത്തം കട്ടറ. രസമുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ. തേയിലത്തോട്ടങ്ങളാണ്, അറിയാലോ, മൂന്നാർ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഏറിയ. എന്ത് രസമല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. നല്ല പച്ചപ്പ്, അതുപോലെ തന്നെ കുന്നുകൾ, അതിൻ്റെ കൂടെ ഓടയൊക്കെ ഇറങ്ങി വരുന്നത്, നല്ല മഞ്ഞുള്ള ഏറിയ പാറകൾ, നല്ല മരങ്ങൾ, തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ നടുക്കൂടെ ഒരു വഴി. എന്ത് രസമല്ലേ. വണ്ടി പോകുമ്പോൾ നല്ലൊരു ഫീലിംഗ് കേട്ടോ, നല്ല രസമുണ്ട്. നല്ല ഈ വഴി ഒരു ചെറിയൊരു വഴി കേട്ടോ. ഒരു 2 വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. ഇവരുടെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവരുടെ വണ്ടി മാത്രമേ ഇതിനകത്തോടെ വിടുന്നുള്ളൂ. തേയിലത്തോട്ടങ്ങളുടെ നടുക്കൂടാണ് പോകുന്നത്. ഒരു സൈഡിൽ കുന്നാണ് കേട്ടോ, പാറയാണ്. ഈ തേയിലത്തോട്ടങ്ങളുള്ള കുന്നുകളുടെ മനോഹരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന കേരളത്തിലെ ഉയർന്ന ശ്രേണികളിൽ അത്തരത്തിലുള്ള ഒരു ദേശീയ ഉദ്യാനമാണോ ഈ ഇരവികുളം നാഷണൽ പാർക്ക്. തെക്കൻ പശ്ചിമഘട്ടത്തിലെ കണ്ണൻദേവൻ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി പാർക്ക് കേട്ടോ ഇത്. അതായത് 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ്. ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാർ വന്നിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതായത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ എത്താൻ വേണ്ടി നമ്മൾ മൂന്നാറിലെത്തിയിട്ട് രാജമലയിലേക്കുള്ള റോഡിലൂടെ എത്തിച്ചേരാൻ. എന്തായാലും എനിക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. പക്ഷേ ഈ റോഡ് മൊത്തം കട്ടറ. ഈ വണ്ടി കിടന്ന് എന്താ കുലുക്കാന്ന് അറിയാം. അതിൻ്റെ കൂടെ ഞങ്ങൾക്കാണ് കിട്ടിയത് ബാക്കിലുള്ള സീറ്റാണ്. നല്ല കൊടും മണമാണ് കേട്ടോ. വണ്ടി ഒറ്റയടിക്ക് വളഞ്ഞ് കയറി അതിൻ്റെ പിന്നെ ബാക്കിലോട്ട് അങ്ങനെ കയറി പോകുന്നത്. നല്ല രസമുണ്ട്, നല്ല സ്ഥലങ്ങൾ കാണാൻ, ഒരു പ്രത്യേക വൈബ്. എന്തായാലും എനിക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം എല്ലാം കാണാനുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ യാത്ര കൊള്ളാം, വഴിയൊക്കെ കൊള്ളാം, സൂപ്പർ. പക്ഷേ ഈ മൊത്തം പോയി കിടക്കുക കട്ടറ. അതുകൊണ്ട് ബാക്കിലൊക്കെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങ്. ഉണ്ടോ മഞ്ഞ കേട്ടോ, മഞ്ഞാണ്. എന്ത് മഞ്ഞാന്ന് നോക്കി. അപ്പുറത്ത് ആ സൈഡ് മൊത്തം കുന്നുകളാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു സംരക്ഷിത പ്രദേശം കേട്ടോ. ഇതിനെ 3 മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം അങ്ങനെ തിരിച്ചിരിക്കുന്നത്. ഈ ഇരവികുളത്തേക്കുള്ള റോഡ് പ്രവേശനത്തിനപ്പുറം കിടക്കുന്ന ഈ പ്രദേശം രാജമലയിലെ ടൂറിസം മേഖലയിലേക്ക് മാത്രമേ സന്ദർശകരെ അനുവദിക്കത്തുള്ളൂ. അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇരവികുളം നാഷണൽ പാർക്കിലെത്തിയിരിക്കട്ടോ. നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. നമ്മൾ ഇത് കണ്ടോ, ഇവിടെ ഒത്തിരി വരയാടുകളുണ്ട് കേട്ടോ. വരയാടാന്ന് തോന്നുന്നു, കണ്ടു നോക്ക്. പിന്നെ ഇവിടെ ഈ എഴുതി വെച്ചേക്കുന്നത് കണ്ട്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മലയോര ആടായ
നീലഗിരി തഹറിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കും അവയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. എന്നെ കണ്ടോ? എന്റെ അമ്മച്ചി ഒത്തിരി ഉണ്ടല്ലോടി. എണ്ണാൻ പോലും പറ്റില്ല. 4, 5, 6, 7, 8 വരയാട് കാണാം. പക്ഷേ മഞ്ഞ കേട്ടോ, മഞ്ഞ കോട. അതാ ഒരു ട്രാക്ടർ വരുന്നത്. ഇത് മേളം കണ്ട് തേയിലത്തോട്ടമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തേയില കൊണ്ട് വരുന്ന ഇവിടെ വേണ്ട ഇഷ്ടം പോലെ വരയാടുകളുണ്ട് കേട്ടോ. ഇതിനെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ മലകൾ കാണാം. പിന്നെ വേണ്ട ഈ വഴിയെ ഇങ്ങനെ നടക്കണം. ഇത് നല്ലൊരു കയറ്റമാണ്, കുറച്ച് നടക്കാനുണ്ട്. മേടിച്ചെന്നാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും അങ്ങോട്ട് നടന്നു പോവുക. എല്ലാവരും നടന്നു പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ നടന്നു പോവുക. ഏകദേശം 2000 മീറ്റർ ഉയരമുള്ള ഒരു ഉയർന്ന കുന്നിൻ പീഠഭൂമിയാണ് കേട്ടോ ഈ പാർക്കിൻ്റെ പ്രധാന ഭാഗം. ശോലകളാൽ ചിതറിക്കിടക്കുന്ന ഉയർന്ന ഉയരത്തിലുള്ള പുൽമേടുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഭൂപ്രദേശം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ 2695 മീറ്റർ ഉയരമുള്ള ആനമുടി കൊടുമുടി ഈ പാർക്കിനുള്ളിലാണ് കേട്ടോ. ഉള്ളോട്ടും മലയാ, ഇങ്ങോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മൂന്നാർ നീലക്കുറിഞ്ഞി പൂക്കാന്ന് കേട്ടിട്ടില്ലേ? ആ നീലക്കുറിഞ്ഞി പൂക്കൾ വിരിയുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ. അത് 12 വർഷം കൂടുമ്പോഴേ ഉള്ളൂ. അതാ വിരിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഇവിടെ കാണാൻ നല്ല രസമാണെന്ന് പറയുന്നത്, നല്ല ഭംഗിയാന്ന് പറയുന്നത്. നിരവധി വറ്റാത്ത അരുവികൾ പാർക്കിന് കുറുകെ കടന്നു പോകുന്നു. അവ ലയിച്ച് പടിഞ്ഞാറ് പെരിയാറിൻ്റെയും കിഴക്ക് കാവേരി നദിയുടെയും കൈവഴികളായി മാറുന്നു. വടക്ക് പടിഞ്ഞാറ് നിബിഡമായ പൂയംകുട്ടി ഇടമലയാർ വനങ്ങളാണ് ഈ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അതിർത്തി കേട്ടോ. ലക്കം വെള്ളച്ചാട്ടം ഇതിനകത്ത് കേട്ടോ, ഈ പ്രദേശത്ത്. അത് ചൂരലാലുണ്ടാക്കിയത്. ആണി വല്ലതും ഉണ്ടോന്ന് നോക്കിയിരിക്കണേ. ഇല്ല ഇല്ല ഏഞ്ചിലേ ഇവിടെ അത് പോട്ടെ.
അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇവിടം വരെ നമുക്ക് കാണാൻ വരാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ വരെ ഉള്ളൂ.